ഹലോ ഗായ്സ്, ഇലക്ട്രോണിക് മലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സെക്കൻഡ് ടേക്കാണ്. അപ്പോൾ ഞാൻ ഈ മാജിക്കിൻ്റെ 9 വാട്ട് LED ബൾബ് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി കാണാം, ഓൾറെഡി എൻ്റെ റിപ്പയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടായിരുന്നു. ഒരു LED ബൾബ് പോയിട്ടുണ്ടായിരുന്നു, ഞാനത് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ ബോർഡ് അഴിക്കാൻ വേണ്ടി ബോട്ടം സൈഡ് ഡീസോൾഡർ ചെയ്യുന്ന ആ മൊമെൻറ്റിൽ എത്തിയപ്പോഴാണ് ഞാൻ കാര്യം ശ്രദ്ധിച്ചത്. ഞാൻ അത്രയും ചെയ്ത് ഒന്നും റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. ക്യാമറ ആപ്പ് ഓപ്പൺ ആയിരുന്നു, പക്ഷേ ഞാൻ റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറന്നുപോയി. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊന്നും ഇനി അൺഡു ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ ഇവിടെ തൊട്ട് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ഈ ബൾബ് ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നത്. ബേസിക്കലി ഈ ബൾബ് എന്ന് പറയുന്നത് മാജിക് എന്ന് പറയുന്ന ബ്രാൻഡിനെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ബ്രാൻഡിൻ്റെ ബൾബ് കാണുന്നത്. 9 വാട്ടിൻ്റെ ബൾബാണ്. അപ്പം ഇതിൻ്റെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തെളിയുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം നോക്കിയപ്പോൾ തന്നെ കണ്ട പ്രോബ്ലമാണ്, ഒരു LED ബൾബ് ശരിക്കും ഉള്ളിലൊരു കറുത്ത ഡോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എടുത്ത് കളഞ്ഞിട്ട് ഞാനവിടെ ഷോർട്ട് ചെയ്തു. അതാണ് ഇവിടെ കാണുന്നത്. എന്നിട്ട് ഞാനിവിടെ നമ്മൾ സപ്ലൈയിൽ കണക്ട് ചെയ്ത് നോക്കി, പക്ഷേ ലൈറ്റ് കത്തുണ്ടായിരുന്നില്ല. അപ്പം ഓക്കെ എന്നാൽ പിന്നെ നമുക്കിനി ബൾബ് ഷോർട്ട് ചെയ്തിട്ടും നമ്മുടെ വോൾട്ടേജ് വരുന്നില്ല, പിന്നെ എന്താണെന്നുണ്ടെങ്കിൽ ബോർഡാണുള്ള പ്രശ്നം. ബോർഡ് നോക്കാമെന്ന് വിചാരിച്ച് ബോർഡ് അയക്കാൻ നോക്കിയതാണ് ഈ പറയുന്ന റെക്കോർഡിംഗ് ആയിട്ടുണ്ടായിരുന്ന കാര്യം കണ്ടത്. അപ്പോൾ ഓൾറെഡി ഞാനതിൻ്റെ ബോട്ടം 2 ലെഡിൻ്റെ കോട്ടിംഗ് ഉണ്ടായിരുന്നു, അത് രണ്ടും ഡീസോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഇവിടെ തൊട്ട് ഉള്ള റിപ്പയർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ ബോർഡൊന്ന് പുറത്തെടുക്കുകയാണ്. ഡീസോൾഡർ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ ബോർഡ് എടുക്കാൻ എളുപ്പമാണ്. അപ്പം ഡീസോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പയ്യെ ഒരു നോസ് പ്ലെയർ ഉപയോഗിച്ച് പയ്യെ വലിച്ചു കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ആയിരിക്കും, പക്ഷേ ഒന്ന് ഇളക്കി ഒന്ന് അനക്കി വലിച്ചു കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബോർഡ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യാം. കേസിനുള്ളിൽ മറ്റൊന്നുമില്ല. സാധാരണ കപ്പാസിറ്ററൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ളിൽ അതിൻ്റെ റിമൈൻസ് ഒക്കെ ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ ബോട്ടം സൈഡിൽ പ്രത്യേകിച്ച് നമുക്ക് ഒന്നും തന്നെ കാണാനില്ല. ഇതൊരു SIC 9763 എന്ന് പറയുന്ന IC ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഡാറ്റ ഷീറ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പം ബോട്ടം സൈഡിൽ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല, പക്ഷേ ടോപ്പ് സൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം അതിൻ്റെ ഫ്യൂസിബിൾ റെസിസ്റ്റർ കരിഞ്ഞിരിക്കുകയാണ്. ഇതെന്ന് പറയുന്നത് ഇൻപുട്ടിൽ ആദ്യം വരുന്ന ഒരു റെസിസ്റ്ററാണ്. ഇൻട്രഷൻ ലിമിറ്റിംഗ് റെസിസ്റ്റർ എന്നും പറയാം, ഫ്യൂസിബിൾ റെസിസ്റ്റർ എന്നും പറയാം. അപ്പോൾ എന്തായാലും ഒരു ലോ വാല്യൂ റെസിസ്റ്റർ ആയിരിക്കും. അതിൻ്റെ പർപ്പസ് അത് തന്നെയാണ്, ഫ്യൂസായി പോകുന്നതാണ്. ഒരു ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ ഒരു ഹൈ കറണ്ട് സിറ്റുവേഷൻ വന്നാൽ ഫ്യൂസ് ആവുന്നുള്ള ഉദ്ദേശം തന്നെയാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ പ്രോബ്ലം കണ്ട സ്ഥിതിക്ക് നമുക്കതൊന്ന് റീപ്ലേസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഒരു 3.3 ഓമിൻ്റെ റെസിസ്റ്ററാണ്. നമുക്ക് അത് വെച്ചിട്ട് ഇത് റീപ്ലേസ് ചെയ്യാം. കാരണം ആ കത്തിപ്പോയ റെസിസ്റ്റൻ്റെ എക്സാക്ട് റെസിസ്റ്റൻസ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ അത് മാറിയിട്ടുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ കാണാം 3.3 ഓംസിൻ്റെ റെസിസ്റ്റർ മാത്രമേ മാറിയിട്ടുള്ളൂ. ബാക്കി കമ്പോണൻസിലുള്ളൊന്നും പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഫോക്കസ് ആവാണ്. അപ്പം നമുക്കിനി ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഈ വാല്യൂ ഈ റെസിസ്റ്റർ എന്താണെന്ന് പോലും അറിയില്ല. റെസിസ്റ്റൻസ് മെഷർ ചെയ്തപ്പം അത് 0 ആണ് കാണിക്കുന്നത്. മീൻസ് അത് ഓപ്പൺ ആയിപ്പോയി. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പവർ സപ്ലൈയിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്വിച്ച് ഒന്ന് ഓണാക്കുകയാണ്. ബൾബ് തെളിഞ്ഞിട്ടുണ്ട്. അപ്പം റെസിസ്റ്റർ പോയിട്ടുണ്ടായിരുന്നു, ഒപ്പം തന്നെ ഇതിൻ്റെ ബൾബും പോയിട്ടുണ്ടായിരുന്നു. ബൾബിലെ ഒരു LED പോയിട്ടുണ്ടായിരുന്നു. അത് രണ്ടുമായിരുന്നു ഇതിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത്. അപ്പോൾ സംഭവം എന്തായാലും വർക്കിംഗ് ആണ്. നമുക്കിനി ഇതിനെ തിരിച്ച് പഴയ പോലെ ഇതിൻ്റെ കേസിനുള്ളിലാക്കിയിട്ട് നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ പഴയ പോലെ ഇതിൻ്റെ കേസിനകത്താക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണിത് ഡീസോൾഡർ ചെയ്തത്. തിരിച്ച് ഇവിടെ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ലെഡ് അങ്ങ് ഉരുക്കി കൊടുത്താൽ മതി. അപ്പോൾ വീണ്ടും ഞാൻ കണക്ട് ചെയ്യാണ്. കണക്ട് ചെയ്തിട്ട് നമ്മുടെ പവർ സപ്ലൈ ഓൺ ആക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ, ബൾബ് നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഫ്ലിക്കറിങ് ഇത് സ്വാഭാവികമായിട്ടും ക്യാമറ പിക്ക് ചെയ്യുന്നതാണ്. റിയൽ ലൈഫിൽ ഈ ഫ്ലിക്കറിങ് ഇല്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെ നമുക്ക് കേടായ LED ബൾബുകൾ ഇതുപോലെ തുറന്ന് നോക്കി നമുക്ക് ഈസി ആയിട്ട് ശരിയാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കേടായ LED ബൾബുകൾ ഉണ്ടെങ്കിൽ കളയാൻ വരട്ടെ. ചെക്ക് ചെയ്ത ശേഷം മാത്രം കളയാം. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.